എനിക്ക് തോന്നി ഫുൾ ബോണ്ട് അല്ലേടാ, ബോണ്ട് അല്ല ബോണ്ട്. മഴ വരണേ മഴ. ഹലോ കുട്ടികളെ, നമ്മുടെ സൗണ്ട് ഒക്കെ അടഞ്ഞു പോയിരിക്കുകയാണ്. തൊണ്ടരെല്ലാവരെയും വയ്യ അല്ലേ. ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്നാട്ടോ നമ്മൾ തിരിച്ചു പോകുന്നത്. രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്, നല്ല സുഖമുണ്ട് തൊണ്ടയ്ക്ക് അല്ലേ. മരുന്നൊക്കെ കഴിക്കും. നിങ്ങളാരും ഒന്നും മിണ്ടിയില്ലല്ലോ, ഒന്ന് സംസാരിച്ചേ. മിണ്ടുന്നില്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും സൗണ്ട് അടഞ്ഞു തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ബാത്റൂമിൽ വന്നിട്ട് ഫേസൊക്കെ നന്നായിട്ടൊന്ന് കഴുകി പല്ലൊക്കെ തേച്ച് അവിടെ നമുക്ക് ബ്രഷൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുമായതുകൊണ്ട് ആ യൂസ് ചെയ്ത ബ്രഷുകളും എല്ലാം എടുത്ത് വേസ്റ്റിലിട്ടു. അപ്പോൾ ഇനി ഫുള്ള് പാക്കിംഗ് ആണ് കേട്ടോ. എല്ലാം എടുത്ത് പാക്ക് ചെയ്തിട്ട് 10 മണിക്ക് മുമ്പ് ഇറങ്ങണം. 9 മണിയായിട്ടുണ്ട്. അപ്പം നമ്മൾ എല്ലാം എന്താ ഇങ്ങനെ അടിക്കുമ്പോൾ വൃത്തിയാക്കുന്ന കാണിച്ചു തരാം. നെറിനാണെങ്കിൽ രാത്രി ആയപ്പോൾ എല്ലാം അടുക്കി പറക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും രവി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞങ്ങൾ മൂടിപ്പോച്ച് കിടന്ന് ഉറങ്ങി. അപ്പോൾ രാവിലെ ആയപ്പോഴത്തേനും നമ്മൾ 9 മണിക്ക് റൂമിൽ നിന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചത്. പക്ഷേ 9 മണിക്ക് കേട്ടോ നമ്മൾ കണ്ണ് തുറന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം ഒന്ന് അടുക്കി പറക്കി എല്ലാം എടുത്ത് വെക്കുകയാണ്. കാരണം നമ്മളിന്ന് പോവുകയാണ്. 3 ദിവസത്തെ ഡൽഹി ജീവിതം അവസാനിക്കുകയാണെന്ന്. ഞങ്ങൾക്ക് കുറച്ച് സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഞങ്ങളെല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് പറയാൻ വാക്കുകളില്ല കേട്ടോ, അത്രയും ഹാപ്പി ആയിരുന്നു ഞങ്ങൾ എല്ലാവരും വേണ്ടി. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഗിഫ്റ്റും കാര്യങ്ങളും എല്ലാം എടുത്ത് പാക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിനി നമ്മുടെ ഹാൻഡ് ബാഗിൽ വെക്കണോ അതോ നമ്മുടെ ലഗേജിൽ വെക്കണോ എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. കാരണം എയർപോർട്ടിൽ ഇതെല്ലാം കൂടെ വലിച്ചു പറിച്ചിടും. അപ്പോൾ എങ്ങനെ വെക്കണമെന്നൊക്കെ ആലോചിച്ചിട്ട് പിന്നെ നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് എല്ലാം കൂടെ ഞങ്ങൾ അളിച്ച് വാരി എല്ലാം പാക്ക് ചെയ്ത് വെച്ചു. രാവിലെ എഴുന്നേറ്റ പാടെ സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വിളിച്ച് ടീയും കോഫിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നോർമൽ ബ്ലാക്ക് ടീ മതി എന്ന് പറഞ്ഞിട്ട് അവർക്കെല്ലാം ചായ കേട്ടോ, ചായ നമ്മുടെ ചായയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേനും അത് വന്നു. അപ്പൊ ടീ വന്നിട്ടുണ്ട്. എനിക്ക് ബ്ലാക്ക് ടീ, ഇവർക്കൊക്കെ പാൽ ചായ. അല്ല അയ്യോ, നിനക്കും ബ്ലാക്ക് ടീ. എനിക്ക് രവീണയ്ക്കും ബ്ലാക്ക് ടീ, അവർക്ക് പാൽ ചായ. നല്ല മധുരം ഇടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചായ കുടിക്കാം. ഓ, ഷുഗർ നമ്മുടെ ഇഷ്ടത്തിനിടാം. കുടഞ്ഞു മാറ്റി വെക്കാം, എൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോന്ന് അറിയാം. ചീത്തയായി ഇതിന്റെ മോൾവശം പൊരിഞ്ഞിളകും. നമ്മള് റെഡി ആയിട്ട് ഇറങ്ങുക കേട്ടോ. എല്ലാം പാക്ക് ചെയ്തു. റൂമൊക്കെ നമ്മളുടെ സാധനങ്ങളൊക്കെ ഒതുക്കിയപ്പോൾ തന്നെ ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇറങ്ങാൻ പോവാം. ചുരിദാർ ഇട്ടു, കാരണം വെയിലായതുകൊണ്ട് തലവഴി മുണ്ടിട്ട് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പോകുന്ന വഴി എനിക്ക് ഒരു ഷോളും തൊപ്പിയും വാങ്ങണം. തൊപ്പി എവിടെ വെച്ച്? ഓക്കെ, ആ തൊപ്പി ചിലപ്പോൾ എനിക്ക് തരണേ. അല്ലേ ഷോള് വരണം. എനിക്ക് തൊപ്പി തരണം. നമ്മളിന്ന് ഫുള്ള് സരോജിനി മാർക്കിൽ തെണ്ടി തിരിയാൻ വേണ്ടി പോവാട്ടോ. അതാണ് ഈ തൊപ്പിയുടെ കാര്യമൊക്കെ പറഞ്ഞത്. അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് കണ്ണാടിക്കൊക്കെ ഒരു ടാറ്റാ ബൈ ബൈ സിയു ഒക്കെ ഞാൻ കൊടുത്തു കേട്ടോ. പിന്നെ റൂമൊക്കെ തിരിഞ്ഞൊന്ന് നോക്കി. അവൾ കൊന്ത അവിടെ എന്തോ വെച്ചെന്നും പറഞ്ഞ് നോക്കാൻ വേണ്ടി പോയതായിരുന്നു. എനിക്കും തോന്നിയായിരുന്നു ചാടിക്കോ പറക്കി പെട്ടിക്കകത്തിട്ട് തിരിച്ചു കൊണ്ടുവരാം. നിനക്ക് വട്ടാടി, ഇറങ്ങ. ഇവക്ക് പ്രാന്താ, മേളിൽ നിൽക്കുമ്പോൾ താപ്പോട്ട് ചാടാൻ തോന്നുന്നു പോലും. എന്തായാലും പിടിച്ച് ലിഫ്റ്റിലോട്ട് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലിഫ്റ്റിൽ കയറുമ്പോഴും അവൾക്ക് തല കറങ്ങും. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ കയറി താപ്പോട്ട് പോവാണ് കേട്ടോ. ആദ്യത്തെ തവണ നമ്മൾ വന്നപ്പം ഞെക്കിയിട്ട് ഏറ്റവും മുകളിൽ ടെറസിൻ്റെ മണ്ടയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി ഇത് ഗ്രൗണ്ട് ഫ്ലോറിലാണോ എവിടെ ചെന്ന് നിൽക്കുന്നതെന്ന് നമുക്ക് ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കറക്റ്റ് സ്ഥലത്ത് തന്നെ ചെന്ന് നിന്ന് കേട്ടോ. രവിക്കൊക്കെ ചുമയുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ താഴെ വന്ന് ബില്ലൊക്കെ പേ ചെയ്ത് എല്ലാം സെറ്റായിട്ട് ഇറങ്ങി അവിടെ. അങ്ങനെ നമ്മൾ താമസിച്ച ഹോട്ടലിൽ നമ്മൾ ടാറ്റയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. പക്ഷേ ഇത്തവണത്തെ ഊബർ ഭയങ്കര പാടായിരുന്നു. കാരണം ഓൾറെഡി അവരുടെ ബാക്കിൽ എന്തോ സാധനം ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ലഗേജ് എല്ലാം കൂടെ വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാം കൂടെ കെട്ടിയൊക്കെ വെച്ച് കാലിൻ്റെ മണ്ടയ്ക്ക് കാലൊക്കെ വെച്ച് എങ്ങനെയാണ് അതിൻ്റെ അകത്ത് സെറ്റായിട്ട് ഇരുന്നത്. എന്താ ഈ കാലം ഇച്ചിരി മാറ്റിയിട്ട് 2 കാലുകൾ അതിന്റെ കൂട്ടത്തിൽ അവന്റെ പാട്ടം കേട്ടു. അത് അടിച്ചുവിടായിരുന്നു. ഈ സമയത്ത് ഇതിനകത്ത് കറുത്താണ്. ആ, ഇത് ഈ കാണുന്നതിനെക്കാട്ടിലുണ്ട്. ഇതെന്തോ ഭയങ്കര ഡള്ളായിട്ടിരിക്കും നമ്മള്. ഇതിന്റെ അകത്ത് എല്ലാരും ഇരുണ്ടിരിക്കുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല. ഇരുളും എപ്പോഴാണെന്നറിയോ? നമ്മളിപ്പോ സരോജിനി നഗറിൽ തെന്നാൻ പോവാണ്. തിരിച്ചു വരുമ്പോ നിങ്ങൾക്ക് ആളെ മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. വെയിൽ വെച്ച് വരുന്നേ ഉള്ളൂ. ആ,
കാരണം ഒരു 7:30 ആകുമ്പോഴും നമ്മുടെ നാട്ടിലെ ഒരു 6 മണി ആ ഒരു ടൈമാ. ഇരുട്ടാവാൻ ഭയങ്കര ലേറ്റ് ആവും. അങ്ങനെ നമ്മള് ഡൽഹിക്ക് പോവാണ്. ഡൽഹി നമ്മൾ വിചാരിച്ച പോലൊന്നും അല്ല. നമ്മള് റൂമിൽ നിൽക്കുമ്പോ നമുക്ക് ഡൽഹിയിൽ വന്നൊരു ഫീലൊന്നും ഇല്ല. അതെ, അങ്ങനെ ഒരു ഫീലേ ഉള്ളൂ. അടിപൊളി. എനിക്ക് നമ്മുടെ മറ്റേ കമ്പനി പണിയൊക്കെ പോണ പോലെ. രാത്രി പോയപ്പോ തോന്നി. ഇന്നലെ രാത്രി പുറത്തു പോയി. എന്ത് രസമായിരുന്നറിയാവോ? വി ക്രിയേറ്റ് എ ബ്യൂട്ടിഫുൾ ബോണ്ട്. അല്ലേടാ, ബോണ്ട് അല്ല, ബോണ്ട്. എനിക്കിനി ചിരിക്കാൻ വയ്യ. ചിരിച്ചിരിച്ച് രാവിലെ എണീറ്റപ്പം സൗണ്ട്. ഇവിടെ വഴിയിൽ മുഴുവൻ ഒരുപാട് കാളകളൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അതും കയറൊന്നും ഇല്ലാതെ, അതും മുട്ടം കൊമ്പുള്ളതൊക്കെ. അപ്പം നമ്മൾ അവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേന് ഇറങ്ങാൻ പറ്റിയില്ല, അവിടെ ചെളിയായിരുന്നു. പിന്നെ വണ്ടി ഒന്നുകൂടെ മാറ്റി നിർത്തി കേട്ടോ. അങ്ങനെ എനിക്ക് സ്ഥലപ്പേരും ഒന്നും അറിയത്തില്ല കേട്ടോ. അങ്ങനെ നമ്മളൊരു ബിൽഡിങ്ങിലെത്തി. അപ്പം നെറിനും അൻവറിനും ഒക്കെ അറിയാം ഇത് സൊണാലി കേട്ടോ. ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ടും, പിന്നെ ഭയങ്കര സ്വീറ്റ് ക്യാരക്ടറുമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ബാഗും എല്ലാം കൊണ്ടുവച്ച് നമ്മൾക്ക് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സരോജിനി മാർക്കറ്റിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ സൊണാലി നമ്മുടെ കൂടെ വരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ ഉള്ളിൽ ബാഗൊക്കെ കൊണ്ടുവെക്കാൻ വേണ്ടി പോവുകയാണ്. This is Kalyani. This is Ravina. Hi. Ravina. Sonali. I was so excited to meet you all. Me too. Sorry for yes. Delay. I was like, yaar, I'm hungry. When will they come? ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സൊണാലിയുടെ ഒക്കെ കൂടെ ഫുഡ് കഴിക്കാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ 9 മണിക്ക് റൂമിൽ നിന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ 9 മണിക്കാണ് എഴുന്നേറ്റത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള താമസം വന്നു കേട്ടോ. അപ്പോൾ അവരും ഫുഡ് കഴിക്കാതെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ലിഫ്റ്റിലൊക്കെ കയറി മുകളിലെത്തിയിട്ട് നമ്മുടെ ബാഗും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് പിന്നെ എല്ലാവരുമായിട്ടൊക്കെ ഇരുന്ന് കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു. കല്യാണി But this was not at all required, guys. Okay, thank you. Yes. Really happy pictures here. I will shoot my content here. ഞാൻ ഓണാ ഫുള്ള്. Saturday, so the team went a little work from home, chill, trying to only the right. Tanya, she helped you with the products for your. അങ്ങനെ കുറേ നേരം നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പരിചയപ്പെട്ട് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം മഴയായിരുന്നെങ്കിൽ ഇന്ന് കൊല വെയിലായിരുന്നു. ഇവിടെ അമ്മാതിരി ചൂടായിരുന്നു കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ 11:30 എങ്ങാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. വിശന്നിട്ട് എനിക്ക് കണ്ണ് കാണാൻ വയ്യ. കാരണം ഓൾറെഡി മെഡിസിൻ കഴിച്ചു ഞാൻ. എനിക്ക് തൊണ്ട വയ്യാത്തതുകൊണ്ട് ഞാൻ വെറുമേറ്റിൽ മെഡിസിൻ കഴിച്ചു. ഇവർ കഴിച്ചില്ല, പക്ഷെ ഞാൻ കഴിച്ചു. എനിക്ക് താങ്ങാൻ വയ്യായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര സംസാരിക്കാനെങ്കിലും പറ്റുന്നത്. നല്ല ചൂടുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുകയുന്നുണ്ട് ഇവിടുത്തെ ചൂടിന്. വേണ്ടടാ, ഇവിടെ വരെ അല്ലേ ഉള്ളൂ. ബാ. India's biggest mall, actually. It's Saki. It's Select City. അങ്ങനെ ഇതിൻ്റെ അകത്ത് കയറുന്നതിന് മുമ്പ് ചെക്കിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഫുള്ള് ചെക്ക് ചെയ്യും. ആ സമയത്ത് ഫോൺ എടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറി കേട്ടോ. അപ്പോൾ ഒരുപാട് കടകളൊക്കെ ഉണ്ട്, ഇങ്ങനെ ഫുഡിൻ്റെയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും അല്ല ലഞ്ചും അല്ല മിഡിലുള്ള ആഹാരം കേട്ടോ കഴിക്കാൻ പോകുന്നത്. എനിക്കാണെങ്കിൽ ശരിക്കും വിശന്ന് പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിക്കുമ്പോഴത്തേന് നമ്മുടെ വയറ് നിറയും കേട്ടോ. ഒരുപാട് ഫുഡൊക്കെ അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ചങ്ങെത്തി. അങ്ങനെ നമ്മൾ സരോജിനി നഗറിലോട്ട് പോവാണ്. ചൂട് സഹിക്കാൻ വയ്യ. ഞാൻ രവീണയുടെ ഒരു തൊപ്പിയെടുത്ത് വെച്ചേക്കാണ് കേട്ടോ. എന്നിട്ടും ഫുൾ ടാറാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. മാസ്ക് വയ്ക്കാൻ മറന്നുപോയി. ഒരു മാസ്ക് എടുക്കേണ്ടതായിരുന്നു. അങ്ങനെ നേരം പറഞ്ഞു, ചേച്ചി എൻ്റെ കയ്യിൽ മാസ്ക് ഉണ്ടെന്ന് പറഞ്ഞ് ബാഗിൽ തപ്പിയതാ, പക്ഷെ മാസ്ക് ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കയറാൻ നേരത്തെ 2 കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ നമ്മൾ ഇറങ്ങാൻ നേരത്തെ ചോദിക്കുമല്ലോ, അങ്ങനെ ചോദിച്ചുകൊണ്ട് നിന്നു. പിന്നെ രവീണയാണെങ്കിൽ അവിടെ നിന്ന് 2 കഴിക്കാൻ എന്തോ വാങ്ങി കൊടുക്കും. Don't ask the shopkeeper. You just tell me that Sonali, you like this product, so that you know. Else, if the person will know that you're from South India, they'll hire the amount. You know. Are you getting my point? Yeah. ഇതെന്താണോ ഇത്? മറ്റേ എന്തിനെ പോലെ. നമ്മളങ്ങനെ സരോജിനി മാർക്കറ്റിലെത്തി അകത്തോട്ട് കയറാൻ പോവാണ്. നമ്മുടെ വണ്ടി ഇവിടെ കുറെ നേരം ഒന്ന് ബ്ലോക്ക് ആയി കേട്ടോ. അതിന്റെ ട്രാഫിക്കാണ് ബാക്ക് മൊത്തം കാണുന്നത്. ഇവിടെ വെയിലൊന്നും ഇല്ലല്ലേ.
അപ്പം നമ്മളോട് സോണാലി പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരോട് കയറി പൈസ ചോദിക്കരുത്, ഇത് ഇഷ്ടമായോന്ന് സോണാലിയോട് ചോദിക്കണമെന്ന്. ഇല്ലെങ്കിൽ നമ്മൾ സൗത്ത് ഇന്ത്യൻ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ റേറ്റ് കൂട്ടി പറയും, അതുകൊണ്ട് അങ്ങനെ അറിയിക്കരുതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ സരോജിനി മാർക്കറ്റിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് കയറിയപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനുണ്ട്, കാരണം ഓൾറെഡി നമ്മളോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ഫോണൊക്കെ ടൈറ്റ് ചെയ്ത് പിടിക്കണം, ഇല്ലെങ്കിൽ എല്ലാവരും തട്ടിപ്പറിച്ചോട്ടൊക്കെ ഓടുമെന്നൊക്കെ കേട്ടോ. അപ്പോൾ 200 രൂപയുടെ ഷർട്ടുകളൊക്കെ ആട്ടോ ആ കിടക്കുന്നത്. 200. Yeah, 200 only. Like you can just show your audience what the MRP is. That's right. 200 രൂപയ്ക്കാണ് ഈ പാൻറ്. ഈ എഴുതി വച്ചേക്കുന്ന കടയിലെ പ്രൈസ് എല്ലാം ഫിക്സഡ് ആണ് കേട്ടോ. അതായത് ഈ ഒരു ടോപ്പിനൊക്കെ 200 രൂപയാണ്. ഒരുപാട് ഇങ്ങനെ റൗണ്ടിൽ കിടപ്പുണ്ട് കേട്ടോ 200 രൂപയ്ക്ക്. നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കുന്ന അനുസരിച്ചിരിക്കും നല്ലത് കിട്ടുന്നത് കേട്ടോ. कितना है भाई? ऑनलाइन लोगे 2200 का 600 लगा देगा. 200 ऑनलाइन पे 200 देना है. देना नो नो. कितना देगा? आओ मैं 200 400 300 यूट्यूब चैनल नाम മൈ വേ ബൈ കല്യാണി. കല്യാണി അങ്ങനെ ആ ഒരു പെർഫ്യൂം വാങ്ങി കേട്ടോ. അയ്യോ നമ്മുടെ പുറയിലങ്ങ് ഒരുപാട് പേര് നടക്കും കേട്ടോ. ഈ ഒരു വാച്ചും കൊണ്ടൊക്കെ പുറകെ നടന്നു. ഏതൊക്കെയോ ബ്രാൻഡിൻ്റെ പേരൊക്കെ പറയുന്നത് കേട്ടോ കേട്ടോ. നമ്മൾ വാങ്ങിച്ചില്ല. അത് കഴിഞ്ഞ് 350 രൂപയുടെ ഷർട്ടൊക്കെ കേട്ടോ. ഇവിടെ നമ്മൾ വില വെച്ചാലൊന്നും ഒരു വില കുറച്ച് തരത്തില്ല. അവിടെയൊക്കെ ഫിക്സഡ് ആണെന്ന് പറയും കേട്ടോ. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റൂല. ഇഷ്ടമുള്ളത് വേണമെങ്കിൽ എടുത്തുകൊണ്ട് വരിക. അങ്ങനെ കുറേ വാച്ചുകൾ പോക്കറ്റിൽ നിന്നൊക്കെ എടുത്തെടുത്ത് നമ്മളെ കാണിച്ചു. ഞാൻ പിന്നെ അപ്പുക്കുട്ടന് ടോയ് വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം അവന് ട്രെയിൻ വാങ്ങിച്ചുകൊണ്ട് വരണേന്ന് എന്നോട് പറഞ്ഞായിരുന്നു. ഇതാ ആപ്പിളിൻ്റെ ഹെഡ്സെറ്റൊക്കെ കേട്ടോ ഡൂപ്പിക്ക് കൊണ്ടു നടക്കുന്നത്. എൻ്റെ ദൈവമേ, പൊട്ടിക്കാത്ത പാക്കറ്റ് പോലത്തെ ഇരിക്കുന്നു. ഇങ്ങനെയൊക്കെ ഡൂപ്പ് കിട്ടുമെന്ന് ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. അങ്ങനെ ബാർബി സെറ്റൊന്നും അവന് വേണ്ട. ട്രെയിനൊന്നും ഞാൻ കുറേ നോക്കിയിട്ട് അവന് കാണാനൊന്നും പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് നമ്മളത് എടുത്തില്ല. നമ്മളത് കഴിഞ്ഞ് മുന്നോട്ട് You choose and don't say anything, okay? ഭയങ്കര വില കളിപ്പാട്ടത്തിൽ. ബാഗ് വേണം എന്നോട് പറഞ്ഞ് ചൂസ് ചെയ്യാൻ, എന്നിട്ട് പറയാം. അപ്പോൾ എന്നോട് ബാഗ് സെലക്ട് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. ഞാനാണെങ്കിൽ ചുറ്റും ഒന്ന് വട്ടം കറങ്ങി. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഇത് ഭയങ്കര രസമാണെങ്കിലും നമ്മൾ അടുത്ത് നിന്ന് നോക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള അല്ലറ ചില്ലറ പണികളൊക്കെ അതിലുണ്ട് കേട്ടോ. നമുക്ക് കാണുമ്പോൾ അത്ര ക്വാളിറ്റി ആയിട്ടൊന്നും തോന്നത്തില്ല. അപ്പോൾ ഒരു 200-250 രൂപയ്ക്ക് ഇതിൽ ഏത് ബാഗ് വേണമെങ്കിലും നമുക്ക് കിട്ടും. അപ്പോൾ സോണാലി ഇങ്ങനെ ഓരോന്നും എടുത്ത് ചോദിക്കുകയാണ്. പക്ഷേ അടുത്ത് വന്നപ്പോഴത്തേനും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരെണ്ണം വാങ്ങിക്കേണ്ടായിരുന്നെന്ന് തോന്നി. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കയറിയിട്ട് ഒരു 5 മിനിറ്റല്ലേ ആയുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങോട്ട് പോകും തോറും ചിലപ്പം കുറേയും കൂടെ ഓഫറുള്ള കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് മെയിനായിട്ട് വേണ്ടാന്നങ്ങ് വെച്ചത് കേട്ടോ. അപ്പോൾ അതാ കുറേ എടുത്ത് നോക്കിയിട്ട് വേണ്ടാന്ന് വെച്ച് നമ്മൾ തിരിച്ച് നടന്നു. 650 3 piece set. നമ്മൾ നിൽക്കുമ്പോൾ ഭയങ്കര 3 പീസ് സെറ്റാട്ടോ 650 രൂപയാണ് പറഞ്ഞത്. നമ്മൾ എടുത്തൊന്നുമില്ല കേട്ടോ. ചുമ്മാ ഒരുപാട് പൈസയൊന്നും ഇല്ലായിരുന്നു ചിലവാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 100 രൂപയുടെ ഗേൾസിൻ്റെ ജീൻസിൻ്റെ കൂടെ ഇടുന്ന ടോപ്പുകളൊക്കെ ആട്ടോ ഈ കിടക്കുന്നത്. കുഞ്ഞു കുട്ടികളുടെ 150 രൂപയുടെ ഒക്കെ കിടപ്പുണ്ട്. നമ്മുടെ പള്ളി പെരുന്നാളിനും ഉത്സവത്തിനും ഒക്കെ പോകുമ്പോൾ വൈഡ് സൈഡിൽ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടില്ലേ, ഏകദേശം അതുപോലെ തന്നെയാണ് കേട്ടോ. ദാ ഈ ഒരു ചേട്ടനില്ലേ, ഈ കത്തിച്ച് കാണിക്കുന്ന ചേട്ടൻ, ഈ ചേട്ടൻ ഞാനാ സരോജിനി മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുന്നവരെ, അതായത് എത്ര മണിക്കൂർ ഞാനതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്തോ അത്രയും മണിക്കൂർ ഞങ്ങളുടെ പുറകേലുണ്ടായിരുന്നു കേട്ടോ ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ അവസാനം എന്നെ എല്ലാവരും വഴക്ക് പറയാൻ തുടങ്ങി. ഞാൻ ആരോടും ദേഷ്യപ്പെട്ടൊന്നും പറയത്തില്ല കേട്ടോ. വേണ്ട ഭയ്യ, നെഹി ചായേ ഭയ്യ എന്നൊക്കെ പറയുമ്പോൾ ഇവർ നമ്മുടെ പുറയിൽ വരും കേട്ടോ. കാരണം നമ്മളിപ്പോൾ നമ്മുടെ കൂടെ ഏതെങ്കിലും ആത്മാക്കളുണ്ടെങ്കിൽ അവരെ മൈൻഡ് ചെയ്യാതെ നടക്കത്തില്ലേ, അതുപോലെ ഇവരുടെ അടുത്തൊക്കെ നടക്കാവും. ഇല്ലെങ്കിൽ ഇവർ പുറയേന്ന് മാറത്തില്ല. It comes with a popcorn. Oh, how much?
300 last. नहीं चाहिए क्वालिटी ഇല്ല റബ്ബർ. ആ ഒരു കളർ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ 350 ആണോ 300 രൂപയാണോ പറഞ്ഞത് കേട്ടോ. 300 രൂപയ്ക്കുള്ള സാധനമൊന്നുമില്ല. കാരണം ഭയങ്കര ലോക്കലായിട്ടുള്ള റബ്ബറാട്ടോ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ബാഗ് നോക്കാൻ വേണ്ടി കയറി. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു സൈഡ് ബാഗ് വേണമെന്ന് ഭയങ്കര ഇതായിരുന്നു. സൈഡ് ബാഗ് എന്ന് വെച്ചാൽ ഈ ജീൻസിൻ്റെ ഒക്കെ കൂടെ ഇടുന്നത്. അങ്ങനെ ഞാൻ ആ സാധനം എടുത്തു കേട്ടോ. അത് 300 രൂപ 250 രൂപ എങ്ങാണ്ടായിരുന്നു. എന്തായാലും ആ പൈസ കൊടുത്ത് ഞാനതങ്ങ് എടുത്തു. നല്ല രസമായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ടും. ഓ നമ്മുടെ പുറേ നടക്കും ഇതുണ്ടോ. ഇത് വേണോ? നിനക്ക് ഇഷ്ടമായോ? സോറി എടാ, നിനക്കിത് ഇഷ്ടമായോ? എനിക്ക് നല്ല രസമായി. Can you cut this? നിങ്ങൾ എടുക്കുന്നില്ലേ? ഞാൻ ഈ ഒരു ബാഗ് എടുത്തു കേട്ടോ. ഇത് ഞാൻ വാങ്ങണമെന്നും പറഞ്ഞ് അജിയോയിലും ഒക്കെ ഇങ്ങനെ സേവ് ചെയ്തിട്ടേക്കുമായിരുന്നു. എന്തായാലും ഇവിടെ വന്നപ്പോഴത്തേന് എനിക്കൊന്ന് 250 ആണോ 300 ആണോ അത്രയും രൂപ എങ്ങാണ്ട് കൊടുത്താൽ വാങ്ങിച്ചത്. അത് കഴിഞ്ഞിട്ട് രവീണ അമ്മയ്ക്കാണോ ഫ്രണ്ട്സിനാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ബാഗ് നോക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അവർ റേറ്റ് കൂട്ടി പറയാൻ തുടങ്ങി കേട്ടോ. അതായത് 350 എന്നുള്ള റേറ്റ് കൂട്ടി എങ്ങാണ്ട് പറയാൻ തുടങ്ങി. അതുകൊണ്ട് നമ്മൾ വേണ്ടാന്ന് വെച്ചു. ഞാൻ നെറിനോട് ചോദിച്ചുകൂടി നീ വാങ്ങുന്നില്ലേന്ന്. അപ്പം നെറി പറഞ്ഞു, ചേച്ചി ഞാൻ മൊത്തത്തിൽ കൺഫ്യൂഷനായിട്ട് നിൽക്കുമോ, വാങ്ങണോ വേണ്ടായോ, എന്താ വാങ്ങണ്ടേന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുവാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് ബാഗ് പിന്നെ വാങ്ങിയില്ല. നമ്മൾ അവിടുന്ന് തിരിച്ച് മുന്നോട്ട് നടക്കാൻ എവിടാടാ പാന്റ്? അത് ഷീച്ചാൻ എന്നോട് പ്രത്യേകം പറഞ്ഞു വിട്ടാ അത് എടുക്കണേ. നല്ല ചെന്ന് അവര് എടുത്തോണ്ട് വന്നിട്ടേ നല്ല ക്വാളിറ്റി. വീട്ടിലിടുന്ന ടൈപ്പ് ഒരുമാതിരി ബുള്ളു മറ്റേ ട്രാക്ക് സ്യൂട്ട് പോലത്തെ. ഇവിടെ അതിങ്ങതാ. ഇതെത്രയാ? 200. ഒന്നും വാങ്ങിച്ചിട്ടില്ല ഇതുവരെ. ഇതും ആ ഒരു ഉടുപ്പ് ടീച്ചറിനുള്ളതേ വാങ്ങുന്നുള്ളൂ. സ്കാൻ ചെയ്യാം. സീച്ചേട്ടൻ എന്നോട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലുള്ള ട്രാക്ക് സ്യൂട്ടിൻ്റെ കാര്യം കേട്ടോ. അപ്പം ഞാനത് മറക്കാതെ എടുത്ത് ഓർമ്മിപ്പിച്ച് ആദ്യം സത്യം പറഞ്ഞാൽ സീച്ചേട്ടൻ്റെ ട്രാക്ക് സ്യൂട്ട് തന്നെ കേട്ടോ ഞാൻ മറക്കാതെ എടുത്ത് ഓർത്ത് വയ്ക്കുന്നത്. കാരണം അഥവാ മറന്നാൽ എന്നെ വീട്ടിൽ കയറ്റൂല. അപ്പം 150 രൂപ 200 രൂപ കേട്ടോ. അതായത് 150 രൂപ ഷോർട്സിനും 200 രൂപ ആ പാൻറ്റിനുമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വൈറ്റ് കാണിച്ചു. അപ്പം ഞാനിതിൻ്റെ സൈസ് ശരിയല്ല, എനിക്ക് XL അല്ലെങ്കിൽ XXL മതി എന്ന് പറഞ്ഞു. അപ്പം അതങ്ങനെ ഇവർ നീട്ടി കാണിച്ചു തന്നു. ഇത് വലിയും എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തന്നു കേട്ടോ. അപ്പം ഞാനത് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതാ ഇതുപോലെ ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ടീഷർട്ടൊക്കെ ഇഷ്ടം പോലെ കിടപ്പുണ്ടായിരുന്നു. 200 രൂപയായിരുന്നു കേട്ടോ. 50. Just 50. No, these are for 100. These are for 150. 200. 200. Go for this, no? അപ്പൊ ഞാൻ ശ്രു ചേച്ചിക്കൊക്കെ വേണ്ടി കമ്മലെടുത്തു കേട്ടോ. മഴ ബാരിഷ് ഗർമി സെ ബാരിഷ്. They will close the shop. അടുത്ത് തിരിച്ചു വന്നപ്പോഴത്തേനും മഴ ശരിക്കും പെയ്യാൻ തുടങ്ങി. എല്ലാവരും എന്താ ക്ലോസ് ചെയ്യാണ് കേട്ടോ. വഴിയിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കുകയാണ്. പക്ഷെ എനിക്ക് മഴ പ്രശ്നമല്ല. എനിക്ക് മഴ പെയ്തപ്പോൾ ചൂട് ഇച്ചിരി കുറവുണ്ട്. സത്യം പറഞ്ഞ ഭയങ്കര ചൂടാണ് ഇവിടെ. അപ്പുക്കുട്ടന് ട്രെയിനിൻ്റെ ടോയ് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ അവന് സ്പൈഡർമാൻ്റെ ഒരു പാവ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് 200 രൂപയായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് ഞാൻ വാങ്ങിച്ചു അവന് വേണ്ടിയിട്ട്. അൻവർ പിന്നെ അവിടെ മോതിരമൊക്കെ തപ്പി തടയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിനോടൊന്നും നമുക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട്, അതായത് ഈ ബ്ലൂ ഐ ഒക്കെ വരുന്ന മോതിരമില്ലേ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ അവൻ അവിടെ കിടന്ന് നോക്കുന്നുണ്ട്. വാങ്ങിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പോഴത്തേനും എൻ്റെ കണ്ണടക്കിയിട്ട് ഞാൻ വേറെ കണ്ണോട്ടൊക്കെ ഏതൊക്കെയോ വാച്ചിൻ്റെ ബ്രാൻഡാന്നും പറഞ്ഞാട്ടോ ഈ ഓരോന്നെല്ലാം കൊണ്ട് കാണിക്കുന്നത്. മഴയായതുകൊണ്ട് ഭയങ്കര അളുപുളുവായിട്ട് കിടക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞങ്ങളൊക്കെ ഓരോന്ന് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. മഴ ഇന്ന് ചെയ്ത് പിടിച്ചോ. ഓക്കെ, താങ്ക് യു. മഴ വരണേ എന്ന് പ്രാർത്ഥിച്ച അവസാനം മഴ വന്ന് കേരളമായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കൂടെ മഴ തിരിച്ച് കേരളത്തിലോട്ട് വരും. Guys, it's raining like hell, but shopping is going on. Like they're not stopping. Holy vibe.
ബാർഗെയിനിങ്. നമ്മളിവിടെ വരുമ്പം കൂടെ നമുക്ക് ഇവിടെ ലാംഗ്വേജ് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല വിലക്കുറവ് കിട്ടും കേട്ടോ സാധനം. എന്തോ വെയിറ്റ് എവിടെ ക്യാമറ ഇല്ല. ഓക്കെ, ആർക്കാടാ നോക്കുന്നേ? സത്യം പറഞ്ഞാലേ വെയിലായിരുന്നപ്പോ വെയിൽ മാറാന, പക്ഷെ മഴ ഭയങ്കര മഴയായി പോയി. ചെറിയ ചാറുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അല്ലേ? ചെറുതായിട്ട് പെയ്താൽ മതി, ഒന്ന് കുറയുമോ? प्राइस में कमी प्राइस में कितने का भैया? कितने का सही बताओ. एकदम कम कर देता हूँ ना. सही बताओ. ഓരോ കടയിൽ കയറുമ്പോഴും ഓരോന്ന് വാങ്ങുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഓൾറെഡി ബാഗ് വേണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെട്ടിക്കകത്ത് ഈ സാധനങ്ങളെല്ലാം കൂടി ഇരിക്കത്തില്ല. കാരണം എയർപോർട്ടിൽ പോകുമ്പോൾ പിന്നെ അത് പാടായിട്ട് മാറും. അതുകൊണ്ട് നമ്മൾ ബാഗ് വാങ്ങിക്കാൻ വേണ്ടി നിന്നു. ഈ ഒരെണ്ണം 100 രൂപയാണ്. ഈ ബാഗിന് മൊത്തത്തിന് 100 രൂപയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഭയങ്കര ചാക്ക് പോലാണ്. അപ്പോൾ ആ ചാക്ക് അൻവർ എടുത്തു കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്ക് ഈ ചാക്ക് വേണ്ട, എനിക്ക് സാധാ ഒരു ബാഗ് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൽ നിന്ന് ഒരു റോസ് കളറിലെ എടുത്തു. പിന്നെ നെറിൻ വേറെ ബ്ലാക്ക് കളറാണെന്ന് തോന്നുന്നു. ഏതോ ഒരു കളറും എടുത്തു. അങ്ങനെ നമ്മളെല്ലാവരും ഓരോ ടൈപ്പിലും എടുത്തു കേട്ടോ. I don't dress. വേണ്ട വേണ്ട, എൻ്റെ കയ്യിലുണ്ട്. എടാ നിക്ക് ആയിട്ടില്ല, ഒന്നൂടെ. ഓക്കെ. ഹായ്. भैया फेमस हो जाओगे, बहुत बड़े यूट्यूबर. എടാ നീ അവന്റെ ഏതാ ഞാൻ എടുക്കുന്നത്? റീസണബിൾ റേറ്റ് ആണെങ്കിൽ വാങ്ങിക്കാം. ഓടാം. റെഡി 1 2 അവിടെ കൊടുത്ത് പോയിരിക്കുന്നു. ഇവിടുത്തെയാണ് ഞാൻ ഇതിന്റെ റേറ്റ് ചോദിച്ചപ്പോഴേക്കും അയാൾ 250 ആണ്. ഞാൻ 200 രൂപ തട്ടിക്കൊക്കെ ഞാൻ മേടിച്ചു കൊടുത്ത് വെച്ചിട്ട് ഞാൻ പിന്നെ അതിന്റെ ക്യാമറ എല്ലാവരുടെയും സാധനമുണ്ട്. जेंट्स के लिए वो सारे जेंट्स के क्रॉक्स हैं. कौन सा? 450. 400 दे देना. मैडम इतना नहीं आता. चलो 10-20 और कम दे देना. 380 दे देना. चाहिए मैडम, दिखाऊं? नहीं भैया. നടന്നാണ് ഒരു പരിപാടി. सेंटर पर ट्रैक्शन ईवल है. रेनबो वन. ₹100 പാൻറ് കാണിച്ചു തരട്ടെ. ഈ കിടക്കുന്ന പാൻസിന് മൊത്തം 100 രൂപയാണ് കേട്ടോ. അനന്ത് വിളിച്ച് എന്നോട് അവൻ ഏതോ ഒരു പാൻറ് എടുക്കണമെന്ന് പറഞ്ഞു. എനിക്കതിൻ്റെ പേരൊക്കെ മറന്നുപോയി കേട്ടോ. ഞാൻ പിന്നെ അൻവറിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് ഇത് കേക്ക് അവൻ ഏത് പാൻറ്റാണ് വേണമെന്ന് പറഞ്ഞിട്ട് അവൻ ബലൂൺ പാൻറ്റോ അങ്ങനെ എന്തോ ഒരു പാൻറ്റാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊന്നും അല്ല കേട്ടോ അവൻ പറഞ്ഞത്. പക്ഷേ ഇത് അൻവറാന്ന് തോന്നുന്നു എടുക്കുന്നത്. എനിക്കിതിൻ്റെ സൈസും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. വെറുതെ നോക്കിയിട്ട് ഞാൻ എൻ്റെ പാട്ടിന് പോരുന്നു കേട്ടോ.
പക്ഷെ രസമുണ്ടായിരുന്നു. നമ്മൾ സെലക്ട് ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് നല്ലതൊക്കെ കുറച്ച് നേരം നിന്ന് സെലക്ട് ചെയ്തെടുക്കാം. പക്ഷേ ഈ മഴയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ, ചെളിയും എല്ലാം കൂടെ ആയി. പിന്നെ അവിടുന്ന് വേറൊരു കടയിലോട്ട് കയറി. അപ്പോൾ അപ്പുക്കുട്ടൻ ഈ ഡ്രസ്സ് എടുക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. പക്ഷേ കടയിലെ അയാൾ ഭയങ്കര ഒരു മൊരട്ട് സ്വഭാവമായിരുന്നു, ഭയങ്കര ദേഷിച്ചാട്ടോ നമ്മളോട് എല്ലാവരോടും സംസാരിക്കുന്നത്. രവിയെ ഞാനും കൂടെയാണ് കയറിയത്. രവി മോന് എടുക്കാനും അപ്പൂന് എടുക്കാനും വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഭയങ്കര ദേഷ്യത്തിൽ സംസാരിച്ചപ്പോൾ എനിക്ക് എടുക്കാൻ തോന്നിയില്ല. പിന്നെ ഒരുപാട് കോട്ട് സെറ്റൊക്കെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടുപേരുടെ കോട്ട് സെറ്റൊക്കെ നോക്കാൻ വേണ്ടി അലഞ്ഞു തിരിയാൻ ഇറങ്ങി. ഇതിനെല്ലാം ഒരു 650, അതിന് താപ്പോട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലും ഇതൊക്കെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ എടുത്തില്ല. അതുകൊണ്ട് Face a lot of jam. Bye guys, please miss me. Bhaiya discount is done. 450 bhaiya. Bye. Thank you so much. You have the address now, office address. You call me. Okay. സൊനാലി പോയിട്ടോ, ആവായിരുന്നു, നമ്മുടെ കൂടെ നിന്നു. ഓരോ കടയിലും ഓരോ റേറ്റ് ആണ്, നമ്മൾ ബാർഗൈൻ ചെയ്യുന്നതൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ. കിടക്കുന്ന എല്ലാം 200 രൂപയുടെ കേട്ടോ. 200 രൂപയ്ക്ക് കിടക്കാണ് ഇതെല്ലാം. മുകളിൽ കിടക്കുന്നത് കേട്ടോ, താഴെ കിടക്കുന്നത് പക്ഷെ നെയ് ചായേ ഭായ്. Stop following भैया, नहीं चाहिए. 200 नहीं चाहिए, मुझे नहीं चाहिए, सॉरी प्लीज. ഹലോ, क्या लगा एक ही दिन करेगा? അവിടെ ഞങ്ങൾ ഏകദേശം അവിടെ വരെ എത്തി. അവിടെ നിന്ന് ഒരു കട ഫ്രണ്ടിൽ ഓക്കെ. അങ്ങനെ ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ആ ബാഗ് നമ്മൾ വാങ്ങി കേട്ടോ. പിന്നെ കുറേ വളകളും മാലകളും ഒക്കെ കിടപ്പുണ്ട്. നമ്മൾ ഹിന്ദി സീരിയലൊക്കെ കാണത്തില്ലേ, അതുപോലെ വലിയ വലിയ ഐറ്റംസ് ഒക്കെ കിടപ്പുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ റേറ്റും കാര്യങ്ങളൊന്നും ചോദിച്ചില്ല, കാരണം ക്വാളിറ്റി കുറവായിരുന്നു കേട്ടോ. വലിയ സുഖമൊന്നുമില്ലായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. कलर चॉइस करो. 38. നമുക്ക് ഏതെടുക്കണം? ഭയങ്കര സ്വീറ്റ് ആയിട്ടോ സംസാരിക്കുന്നത്. നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ തോന്നും. ചിലര് ഒരാള് കല്യാണിയുടെ പുറകെ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അവസാനം ഞാൻ വാങ്ങി കാരണം എത്രാന്നും പറഞ്ഞ നമ്മുടെ പുറയിൽ വിടാതെ നടക്കും. येलो. ഹായ്. ഹലോ. अंदर कॉटन का इनर. എന്നാലും ആയം കാണും. ഭയങ്കര വലുത്. നൂത്തൊന്ന് കാണിച്ചേ. ഉപ്പട ഉടാ ആൻഡ് ഷോമി. ആയം ഉണ്ടല്ലോടാ. പാക്ക് ओके. സജസ്റ്റ് ചെയ്യടി. ആ യെല്ലോയുടെ കൂടെ ഇത് മതി. अच्छा वाला गोल्डन, मैरून, ब्लैक. നോ വാങ്ങിച്ചു പയ്യ. കഷ്ടമുണ്ട് ചേട്ടാ. 2 പീസ് ചേട്ടാ. ചേട്ടാ 2 പീസ് ചേട്ടാ. 400 ചേട്ടാ. 4 പ്ലീസ്, ഐ ബെഗ് യു പ്ലീസ്. കാല് प्लीज प्लीज प्लीज. मुझे बजट नहीं है, बट आई लाउड दिस. आई नो हिंदी थोड़ा थोड़ा आती है അത് വെച്ച്. കേരള या साउथ इंडियन. या 400. थैंक यू थैंक यू. हे तुमको भी. बाय बाय. ये दुष्ट है. बाय बाय. 250. വേണ്ട ഏട്ടാ, എനിക്കത് 400 തന്നു കേട്ടോ. 2 പാന്റ് 200 പറഞ്ഞിട്ട്. സെയിൽ ഫോർ 100 ടോയ്സ്. ദാണ്ടടി എഴുതി വെച്ചേക്കുന്നത്. ട്രെയിൻ ഉണ്ടോ നോക്കാം. അപ്പുക്കുട്ടന് ട്രെയിൻ വേണോന്ന് പറഞ്ഞു. ട്രെയിനേ ये प्लेन कितना है? ये वाला आपको पड़ेगा
ഇംഗ്ലീഷ് 800. 1275 MRP. എവിടെയാടാ എവിടെയാ थोड़ा कम करा बोले. ഞങ്ങളിങ്ങനെ അപ്പുറത്ത് തന്നെ കടകളുണ്ട് കേട്ടോ. വിളിക്കണേ ടോയ്സിന്റെ കടയിൽ. കൊള്ളാം. After discount 350. 1275 MRP. After discount 800. Or this 325 MRP. After discount 250. ഹലോ Already good price. Indian product, no for Chinese. അവിടെ ഉണ്ടോ How much for that rate? That rate. That one. 300. 300. ഓ ഇത് ഇച്ചിരി ഉള്ളടി. അപ്പുന് I want fresh piece of this one too. 1 minute. ഇഷ്ടായോ? ആ ഇത് നോക്ക്. നിനക്ക് എത്ര റേറ്റ് കിത്തന? അങ്ങനെ ഞാൻ ഈ ഒരു പ്ലെയിൻ അപ്പക്കുട്ടനെ എടുത്തു. രവി ആണെങ്കിൽ ട്രെയിനും പ്ലെയിനും എടുത്തു കേട്ടോ. ഞാൻ ഈ ഒരു ഏറ്റവും വലിയ പ്ലെയിനാണ് ഞാൻ അപ്പക്കുട്ടന് വേണ്ടിയിട്ട് എടുത്തത്. मैडम 200 में कुछ ज्यादा 200 में സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് ഫ്ലൈറ്റിൽ ഇതെല്ലാം കൂടെ എങ്ങനെ നോക്കുന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അപ്പൊ കൂടെ പ്രതീക്ഷിച്ചിരിക്കും എന്തെങ്കിലും, അതുകൊണ്ടാട്ടോ അവര് വാങ്ങിച്ചത്. 800 രൂപയായി ഈ ഒരു പ്ലെയിന്. രവീണ ഇതിന്റെ തൊട്ട് താഴെ ഉള്ളതാ വാങ്ങിച്ചത്. അവളൊരു ട്രെയിനും കൂടെ വാങ്ങിച്ചു. എന്റെ ബാറ്ററി ലോ ആയി. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞ് പവർ ബാങ്ക് കുത്തിയാലേ ശരിയാകത്തുള്ളൂ. ഇനി നിന്ന് കഴിഞ്ഞാൽ ട്രാഫിക് കൂടുതലാണ്, ഫ്ലൈറ്റ് നമുക്ക് മിസ്സാവും. അതുകൊണ്ട് നമ്മള് അൻവറിനെ വിളിച്ച് പെട്ടെന്ന് ഇറങ്ങുകയാണ് കേട്ടോ. എന്റെ പുറകെ വന്ന് എല്ലാവരുടെയും സാധനങ്ങളും വാങ്ങി. എന്റെ ഇനി പൈസയും കാര്യങ്ങളും ഒന്നും ഇല്ല. ആരൊക്കെ പുറകെ അവരുടെ എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങി. ഒരു പാർഷ്യാലിറ്റിയും കാണിച്ചിട്ടില്ല. ആൾറെഡി ഇവിടെ നടക്കുന്ന എല്ലാരും എന്റെ പുറകെ നടക്കുക. എനിക്കറിയത്തില്ല, ഇവരുടെ ആരുടെയും പുറകെ നടക്കുന്നില്ല, എന്റെ പുറകെ നടക്കുക. കുറെ നടന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുറെ നടന്ന് എല്ലാം ഞാൻ വാങ്ങി. ഇനി എനിക്ക് വയ്യ, ഇനി എന്റെ വീട്ടിൽ കയറ്റത്തില്ല. പുറത്താക്കും. അപ്പാപ്പ വാങ്ങേണ്ട കാര്യമില്ല. മാർക്കറ്റിൽ നിന്ന് എല്ലാം ഓരോ സാധനങ്ങൾ ഓരോ പീസ് മേടിച്ചിട്ടുണ്ട്. എല്ലാം വാങ്ങി. അവിടെ ആയിരിക്കും അവര്. ഈ മാളിന്റെ ഫ്രണ്ടിലാണോ നമ്പർ ഇത് പിടി. ഇതിപ്പോ രണ്ടുപേരോട് പിടിക്കും. ഞാൻ ഈ ചായ ബായി രണ്ടു ദിവസത്തോടെ ഞാൻ ഇവിടുന്ന് ഞാൻ അച്ചാച്ച ഹിന്ദി ബോൾത്തി रहती थी. ഇപ്പൊ തന്നെ എനിക്ക് ഹിന്ദി अच्छा बोलती रहती थी. मुझे आता है. यही चाहिए. കോംപ്ലിമെന്റ് ചെയ്യാം. 2-4 ദിവസം കൂടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഹിന്ദി നന്നായിട്ട് സംസാരിക്കും. ബുക്ക് ചെയ്ത് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് ട്രാഫിക്കിൽ. അപ്പം പിന്നെ നമ്മൾ ഓട്ടോ വിളിച്ച് പോവാന്ന് വിചാരിച്ചു. കാണുന്നില്ലെങ്കിൽ നമ്മുടെ ഫ്ലൈറ്റ് മിസ്സാവും. വഴക്ക് കേൾക്കാൻ ഇനി എന്റെ ജന്മം ബാക്കി. പിന്നെ അങ്ങനെ നമ്മുടെ ഊബർ വന്നില്ല. നമ്മളെല്ലാരും കൂടെ ഓട്ടോയിൽ കയറി ഇനിയിപ്പോ പോവാട്ടോ. അതെ, എന്റെ മടിയിൽ ഇതാ ഒരു ചാക്കുണ്ട്. ചാക്ക് നേറിന് എന്റെ മടി ഇരിക്കുക കേട്ടോ. നമുക്ക് എല്ലാവർക്കും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് വെയിറ്റ് കുറവായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ നമ്മൾ വേഗം അവിടെ ചെന്ന് ഇവിടുന്ന് ഒരു 40 കിലോമീറ്റർ അവിടെ ചെന്ന് നമ്മുടെ ബാഗ്സ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഊട്ടി എയർപോർട്ടിലോട്ട് പോവാട്ടോ. അടിപൊളിയായിരുന്നു. നമ്മൾ എത്ര താമസിച്ചെന്ന് പറഞ്ഞാലും നമ്മള് സ്പെൻഡ് ചെയ്ത ടൈം അല്ലേ അടിപൊളിയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് മെമ്മറി ഒക്കെ ഉണ്ടാക്കിയിരുന്നു. അതെ അതെ, എല്ലാവർക്കും നല്ല മെമ്മറി. ഇവിടെയുള്ള സെല്ലേഴ്സിനെല്ലാം നല്ല മെമ്മറി. അവരെന്ത് പ്രൈസ് പറയുന്നു അതിന് ചേച്ചി സമ്മതിക്കും. സ്നേഹമുള്ള ചേച്ചിയാണ്, പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുള്ളൂ. അതുകൊണ്ട് ആരും പുറകിൽ മാറില്ല. നമ്മളതുകൊണ്ട് എന്താണ് ഇങ്ങനെ ഫോളോ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് ചേച്ചി പറയട്ടെ എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. എന്റെ ചേച്ചിയാണ് അവിടെ നിൽക്കുന്നത്. സ്വന്തം ചേച്ചീനെ പോലെയാണ്. അവസാനം എന്നെ കയറ്റി തിരുത്തി. അവസാനം വഴക്ക് പറഞ്ഞാണ് കയറ്റിയത്. മിക്കവാറും ഫ്ലൈറ്റും മിസ്സാവും. ആക്ച്വലി ഇവരുടെ എല്ലാ കൂട്ടത്തില് ഏറ്റവും മൂത്തത് ഞാനാ. പക്ഷെ സ്വഭാവം കൊണ്ട് ഏറ്റവും പ്രായക്കുറവ് എനിക്ക് അല്ലേടാ. അതെ, നമ്മള് രണ്ടാമത്തെ ഓട്ടോയില് മാറി കയറി കേട്ടോ. ഇത് നമ്മളെ വട്ടം ചുറ്റിച്ചോണ്ടിരിക്കുകയാണ്. ആ പോട്ടെ, സാരമില്ല. അതെ, ഒക്കെ കുഴഞ്ഞു. ലിപ്സ്റ്റിക്കൊക്കെ പോയി. അലർജി. ഞാൻ ഫോണൊക്കെ എങ്ങനെയൊക്കെയാണ് പിടിച്ചേക്കുന്നത്. ഇനി നമ്മൾ ലഗേജ് എല്ലാം കൂടെ എടുത്തോണ്ട് ഓടണം. ഭയങ്കര
ഭയങ്കര ട്രാഫിക് എന്ന് വെച്ചാൽ ഭയങ്കര ട്രാഫിക്. ഇങ്ങനെ നമ്മള് 6 മണിയായിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് എയർപോർട്ടിന്? എത്ര കിലോമീറ്റർ ഉണ്ട്? അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഇന്ന് വലിയ കുഴപ്പമില്ല അല്ലേ, സമയം ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ പിന്നെ ഓട്ടോ ആയിരിക്കും, ബഹളായിരിക്കും. അപ്പൊ നമ്മള് വന്നപ്പോ ഇത്രയും ബാഗൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ദാ ഇതെന്റെയാണ്, 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 ഇതെന്റെയാണ് ആൻഡ് ഇതെന്റെയാണ്. എനിക്കറിയില്ല, ഇത് അൻവറിന്റെയാണ് ചാക്കേട്ട്. ആക്ച്വലി അത് എന്നോട് എടുക്കാൻ പറഞ്ഞു, പക്ഷെ എനിക്കതങ്ങനെ പൊക്കി പിടിച്ചോണ്ട് നടക്കാൻ. എടാ അതും അതിൻ്റെ ഉള്ളിൽ വെക്ക്. ഓക്കെ ആണോ? അപ്പൊ പിന്നെ നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. ഊബർ ബുക്ക് ചെയ്തില്ലേ? ലഗേജിനോട് നമുക്ക് ലിഫ്റ്റ് കയറാൻ പറ്റില്ല. അപ്പൊ ലഗേജിന് ആ പോട്ട് വിട്ടിട്ട് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി പോവുകയാണ്. ടിക്കറ്റ് രേഷ്മയുടെ കയ്യിലാണ്. രേഷ്മയെന്ന് പറഞ്ഞാൽ യൂട്യൂബർ അറിയാമല്ലോ. അപ്പം ലാസ്റ്റ് മിനിറ്റാണ് നമുക്ക് ടിക്കറ്റ് അയച്ചു തരുന്നത്. നമ്മൾ ആരും ചോദിച്ചില്ലായിരുന്നു. അങ്ങനെ വേഗം ഇനി ഇവിടുന്ന് 45 മിനിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു എയർപോർട്ടിലോട്ട്. എടാ നീ എങ്ങോട്ടാ പോന്നേ? ആ ഓക്കെ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ലഗേജ് എനിക്കാണ്. അങ്ങനെ നമ്മുടെ ഊബർ വന്നപ്പോഴത്തേക്ക് സാധനങ്ങളെല്ലാം വയ്ക്കാൻ അവർ ഹെൽപ്പ് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ സാധനങ്ങളെല്ലാം വെച്ചിട്ട് വേഗം വണ്ടി കയറി. കാരണം നമുക്കൊരു നിമിഷം പോലും സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഫ്ലൈറ്റ് ലേറ്റായി പോകും. നമ്മൾ പിന്നെ വണ്ടിക്ക് താഴെ കിടക്കേണ്ടി വരും. ട്രെയിന് തിരിച്ചു പോകാനാണെങ്കിൽ 3-4 ദിവസം എടുക്കും. അതുകൊണ്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് എല്ലാവരും കൂടെ കാറിൽ കയറിയിട്ട് കയറിയിട്ടുണ്ട്. ആകെ വയ്യ. അപ്പം നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് 45 മിനിറ്റ്സ്. ഞാൻ പറഞ്ഞത് തന്നെ റിപ്പീറ്റ് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. പട്ടായോണ്ടാന്ന് തോന്നുന്നു. ഞാൻ ആ വീഡിയോയില്, എന്റെ വീഡിയോയില് ഇങ്ങനെ ടെൻഷൻ ആയല്ലോ. അപ്പോഴേക്കും അയ്യോ നമ്മുടെ ഫ്ലൈറ്റ് പോയിട്ടുണ്ടാവും തോന്നുന്നു. അങ്ങനെയൊക്കെയാ പറഞ്ഞ. എന്തൊക്കെയാ പറയുന്നത്? എല്ലാം പൊട്ടത്തെറ്റാ പറയുന്ന വീഡിയോയില്. ഹലോ ഏട്ടാ, നമ്മള് അലർജിയായി. നിനക്കെന്താ ഇപ്പൊ അലർജി ഒന്നും ഇല്ലാത്ത? അയ്യോ ഭയങ്കര അലർജി. ഞാൻ എന്നെ തന്നെ പുകഴ്ത്തും. നിങ്ങളാരും എന്നെ പുകഴ്ത്തണ്ട, ഞാൻ തന്നെ പുകഴ്ത്തും. ഞാനില്ലെങ്കിൽ നിങ്ങൾ സൈലന്റാ. നെറിന് അവാർഡ് പടം അവള് പിന്നെ ഇടയ്ക്കൊക്കെ മിണ്ടും. നീയാണെങ്കിൽ പബ്ലിക് ന്യൂസൻസ്. ഓക്കെ വാവ്. പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. ചുമ്മാതാ. ഞാൻ നല്ല പക്വതയുള്ള ഹൗസ് വൈഫാണ്. അതെ, ഇപ്പൊ പക്വതയുള്ള ഹൗസ് വൈഫാണ്. ഇവരെന്നെ ഭയങ്കര കളിയാക്കല. ഞാൻ എന്തോ ചെയ്യുമെന്നറിയോ? ഞാൻ എത്ര എന്തൊക്കെ ഞാൻ ഒരു കുറി എടുത്ത് നിലത്ത് തൊട്ടും നെറ്റിയിൽ എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ മാച്ച് കളയും. പക്ഷെ അത് ഇട്ടില്ലെങ്കിൽ എനിക്കെന്തോ. 7 മണിയായി കേട്ടോ. 7 മണി കഴിഞ്ഞില്ലേടാ? 7 മണി കഴിഞ്ഞു. നല്ല പകല് പോലെ വെട്ടം കണ്ട. 7:10. നമ്മുടെ അവിടെയൊക്കെ ഇരുട്ടായി. 7:10. സീച്ചാട്ടൊക്കെ വിളിച്ചിട്ട് മുഖം കാണാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ട് സാധന സാമഗ്രികളെല്ലാം പുറത്തിറക്കി. അപ്പോൾ അകത്തോട്ട് കയറുമ്പോൾ നമ്മുടെ എന്തെങ്കിലും കാർഡ് കാണിക്കണമല്ലോ. അതായത് നമ്മുടെ ലൈസൻസോ എന്തെങ്കിലും നമ്മുടെ ID പ്രൂഫ് കാണിക്കണമല്ലോ. അപ്പോൾ രവി ആണെങ്കിൽ അയ്യോ എൻ്റെ ലൈസൻസ് കളഞ്ഞു പോയെന്നും പറഞ്ഞ് പിന്നെ അവിടെ മൊത്തം അങ്ങ് അഴിപ്പായിരുന്നു കേട്ടോ. പെട്ടിയെല്ലാം അഴിച്ച് പറക്കി ഇട്ടു. എത്ര തപ്പിയിട്ടും കണ്ടില്ല. പിന്നെ ഫോണിൽ ഉണ്ടായതുകൊണ്ട് അത് വെച്ച് കാണിച്ചാണ് കേട്ടോ നമ്മൾ അകത്തോട്ട് കയറിയത്. തിരിച്ചു കൊടുത്തു എന്നാ പറഞ്ഞത്. തിരിച്ചു കൊടുത്തു എന്നാ ഞാനാ തന്നത്. അങ്ങനെ അരിച്ചെല്ലാം പറക്കിയിട്ടും കിട്ടാഞ്ഞിട്ടും പിന്നെ നമ്മൾ ഫോണിലും ID കാർഡും ഒക്കെ കാണിച്ച് അകത്ത് കയറി. എന്തായാലും ദൈവസഹായം എന്ന് പറയട്ടെ, ഫ്ലൈറ്റ് ലേറ്റായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് വെപ്രാളം ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ആദ്യം എനിക്ക് നേർന്നും പ്ലാറ്റിനം കാർഡ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് തുള്ളി പിടിച്ച് മോളിൽ പോയതാണ്. പക്ഷെ നമുക്ക് കിട്ടിയില്ല. നമ്മൾ ഡൽഹിയിൽ എയർപോർട്ടിൽ വന്നു. ഫുഡ് കഴിക്കാൻ വേണ്ടി പ്ലാറ്റിനം കാർഡ് കൊടുത്തു. നിരസിച്ചു, കയറ്റിയില്ല ഞങ്ങളെ. പിന്നെ നമ്മളിവിടെ വന്നിട്ട് ഫുഡ് ഞാനും നെറിനും അങ്ങനെ വാങ്ങുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ പിന്നെ അവരുടെ കൈയിട്ട് വാരി കഴിക്കൽ മാത്രമേ നടക്കുള്ളൂ. ഒരു ഫ്ലേവേർഡ് തന്നെയല്ലേ പറയുന്നത്? സ്മൂത്തി. ഭയങ്കര ടേസ്റ്റ്. ഇതിന് ഭയങ്കര ടേസ്റ്റ്. നമ്മുടെ കേർഡിലാണ് ചെയ്തേക്കുന്നത്. തൈരില് മാംഗോ എന്തോ എനിക്കറിയത്തില്ല. ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഇനിയിപ്പോൾ ഫ്ലൈറ്റിൽ നിന്നുള്ള മാംഗോ ഫ്രൂട്ടി. ഇനിയിപ്പം
ഫ്ലൈറ്റിൽ ഫുഡ് ഉണ്ടല്ലോ, പക്ഷെ എനിക്ക് കഴിഞ്ഞ തവണ ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്തുവാ തരുന്നേന്ന് ദൈവത്തിനറിയാം. എനിക്ക് സീച്ചേട്ടന്റെ കാർഡ് പറ്റത്തില്ല, എന്റെ പേരിൽ തന്നെ വേണം. അവൻ്റെത് ഫ്ലൈറ്റ് ടിക്കറ്റ് കയ്യിരുന്നത്. എന്നാ നമ്മുടെ അവിടെ അങ്ങനൊന്നും ഇല്ലായിരുന്നു. ഇവനല്ലേ അവളുടെ കാർഡ് എടുത്ത് വെച്ചത്, നീ കാരണമാണ് അവള് കഴിക്കാൻ. അത് നന്നായി, ഇവൾ ഒറ്റയ്ക്ക് കയറി കഴിച്ചത്. കഴിക്കാൻ പോയിട്ട് അകത്ത് കയറുന്നത്. ഞാൻ എടുക്കാം. അതിനകത്ത് നിൽക്കുന്നതിനും എടുക്കത്തില്ല. സ്ട്രോ ഇട്ട് കുടിച്ചിട്ട് എടി, അത് സ്ട്രോ ഇട്ട് കുടിച്ചിട്ടാ സൂപ്പർ എന്ന് പറഞ്ഞേ. എന്താ പാലോ? ഇവിടെ ഫ്ലൈറ്റ് ആണ് കേട്ടോ. രവീണ ഇവിടെ വീഡിയോ എടുക്കുക. അപ്പൊ നമ്മള് കേറാൻ പോവാട്ടോ. നമ്മള് ഫ്ലൈറ്റിൽ കയറാൻ പോവാട്ടോ. ടാറ്റാ. ഇനിയിപ്പോ ഇവക്ക് ബോധമൊന്നും കാണത്തില്ല. ഇനിയിപ്പോ ആക്റ്റീവായിട്ടിരിക്കുന്നത് മിക്കവാറും ഞാൻ മാത്രമേ ഉള്ളായിരിക്കും. ഇവക്കും ബോധമൊന്നും കാണത്തില്ല. ആ പനി വന്നോണ്ടാ. അപ്പം രാത്രി ആയതുകൊണ്ട് ഇരുട്ടാ. രാത്രി ആയതുകൊണ്ട് ഇരുട്ടാ. നിങ്ങളുടെ അവിടെയൊക്കെ രാത്രിയായി വിളിച്ചായിരിക്കും, പക്ഷെ നല്ല കേട്ടോ. അപ്പൊ രാത്രി ആയതുകൊണ്ട് തണുപ്പ് കൂടുതലായിരിക്കും എ സിക്ക്. ഞാനാണെങ്കിൽ കോട്ടൊക്കെ എന്റെ പെട്ടിക്കകത്തങ്ങ് പറഞ്ഞും വിട്ടുപോയി. അയ്യോ, പറഞ്ഞും വിട്ടുപോയി. നമ്മൾ ഇവിടെ നടന്നുകൊണ്ട് കയറണമെന്നില്ല. ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സ്ലൈഡ് പോലെ തെന്നി ഇങ്ങനെ പോകും. പിന്നെ നടന്നു കയറും. അതുകൊണ്ട് ഇവിടെ ഫുള്ള് ക്യൂ ആട്ടോ. ഇനിയിപ്പോ ഫ്രണ്ടിൽ ആൾക്കാരുണ്ട്. ടാറ്റാ, നമുക്ക് കേറാം. വാവത്തിച്ചിരിക്കുക. നാണക്കേട് മൂലം. അപ്പൊ ഓക്കെ, ടാറ്റാ. വലത് കാലത്ത് വെച്ച് കേറാം. ഉറങ്ങണ്ടേ? ഉറങ്ങണ്ടേ? ബൈ. ഇനി അവിടെ ചെന്നിട്ട് കാണാം. ഇനി 3 മണിക്കൂർ 3.5 മണിക്കൂർ കഴിഞ്ഞ് കാണാം. കടന്നിരിക്കുകയല്ലേ, ഒന്നും അറിയാൻ പറ്റത്തില്ല. വേണ്ട, കുത്തിരിക്കുകയാണോ? അല്ലല്ലോ. ഇതോടുകൂടി ഫ്ലൈറ്റിലെ ഫുഡ് നിർത്തിയിരിക്കുന്നു. ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. അതിന് ഇടയ്ക്കിടയ്ക്ക് പറയും ടൂടു ടൂടു നമുക്ക് കളിക്കാന്ന് പറഞ്ഞു. അല്ല, അത് ഓടിക്കളിച്ചു. വിഷമം മാത്രമേ ടാറ്റാ. നിന്റെ മുഖത്ത് എന്താ ഒരു സമാധാനത്തിന്റെ സന്തോഷം? നിന്റെ മുഖത്ത് തുടങ്ങിയിട്ടില്ല. അതെനിക്ക് പേടിയായിരുന്നത്. റെക്കോർഡ് ചെയ്ത് ടാറ്റാ. നീ എന്തിനാ ടാറ്റ വരുന്നത്? നീ എന്റെ കൂടെ അല്ലേ വരുന്നേ? നമുക്ക് പിന്നെ ടാറ്റ പറയാം. അങ്ങോട്ട് പോയപ്പോ ഒരു പെട്ടി, ഇപ്പൊ ഇത് ഫുൾ പെട്ടികൾ. അപ്പൊ ഇത്രേ ഉള്ളു കേട്ടോ. അല്ല, ഇത്രയല്ല, സീസേട്ടൻ വെയിറ്റ് ചെയ്തിട്ടാണ്. ആ കുണ്ടോണയിൽ 2 എന്റെ പെട്ടിയാണ് മിസ്റ്റർ. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി വന്നപ്പോഴത്തേനും ഏട്ടനും അപ്പുക്കുട്ടനും ഒക്കെ വിളിക്കാൻ വന്ന് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 3 ദിവസത്തിന് ശേഷം അപ്പുക്കുട്ടനും ഏട്ടനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കെട്ടിപ്പിച്ച് ഉമ്മയൊക്കെ കൊത്തു. പിന്നെ എല്ലാവരും വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അൻവർ എൻ്റെ കൂടെ ആയിരുന്നു കൊല്ലത്തേക്ക് വന്നത്. അപ്പം നമ്മൾ ഒരുമിച്ചായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു ഒക്കെ പറഞ്ഞ് നമ്മളങ്ങനെ 4 പേരും 4 വഴിക്ക് പിരിയാണെന്ന് പറയാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്ത വ്ളോഗിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു.